എല്ലാവർക്കും ഓണാശംസകൾ. റോഷ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മൾ ഒരുപാട് നാളായിട്ട് അലഞ്ഞു നടന്ന് കിട്ടിയ ഒരു ഗസ്റ്റാണ്. നമ്മളൊക്കെ കൊതിക്കുന്ന കമൽ സാറിൻ്റെ സിനിമയിലൂടെ നമ്മളെല്ലാവരെയും ഒരുപാട് എൻ്റർടൈൻ ചെയ്ത് നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നമ്മുടെ സ്വന്തം രജിത് മേനോനാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. താങ്ക് യു. എല്ലാവർക്കും ഓണാശംസകൾ. അല്ല, അലഞ്ഞു തിരിഞ്ഞ് ഞാൻ എവിടെ പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ. അങ്ങനെയല്ല, നമ്മൾ ഒരു 2-3 മാസം കൊണ്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ. ഓ, അത് ശരി, അത് കറക്റ്റാണ്, ശരിയാണ്. അങ്ങനെ രണ്ടുപേർക്കും ഉള്ള അസൗകര്യങ്ങൾ കൊണ്ട് നടന്നില്ല എന്നുള്ളൂ. അതെ. അപ്പോ ചേട്ടാ, അല്ല, പിടികിട്ടാ പുള്ളി അങ്ങനെ പിടികിട്ടാ പുള്ളിന്നല്ല, ചേട്ടന്റെ തിരക്കുകൾ കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അല്ല, അങ്ങനല്ല, ജസ്റ്റ് പറഞ്ഞ പോലെ ഒരു ഒത്ത് ഇണങ്ങി വന്നില്ല. ഓക്കെ. അപ്പോ ചേട്ടാ, ഓണാശംസകൾ. യെസ്, സെയിം ടു യു. അപ്പോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷം എന്താണ്, ഇപ്പോ മലയാളത്തിൽ ഇപ്പോൾ സിക്കാഡ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. അതിൻ്റെ ഒരു 25th ഡേ കംപ്ലീറ്റ് ആയി. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മലയാള സിനിമ ഡയറക്റ്റായിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ ഇപ്പോൾ ഓൺഗോയിങ് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെയാണ് മൊത്തത്തിൽ സന്തോഷം. അപ്പോൾ ചേട്ടൻ പഠിച്ചതും വളർന്നതും എല്ലാം ചെന്നൈയിലാണോ? അതെ. ഞാൻ എൻ്റെ സ്കൂളിംഗ് 8th വരെ അബുദാബിയിലായിരുന്നു. അതിനുശേഷം 4 വർഷം തൃശ്ശൂരായിരുന്നു. പിന്നെ എഞ്ചിനീയറിംഗ് തൊട്ട് കംപ്ലീറ്റ്ലി ചെന്നൈയിലാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു 10-12 വർഷമായി അല്ലേ ചേട്ടൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്? അല്ല, ഇൻഡസ്ട്രിയിൽ ഗോൾ ഇറങ്ങിയിട്ട് 17 വർഷമായി. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ചേട്ടൻ കണ്ടിന്യൂസ് ആയിട്ട് കുറേ സിനിമകൾ ചെയ്യുന്നുണ്ട്, പോസിറ്റീവ്. അങ്ങനെ കുറേ സിനിമകൾ ചെയ്തിട്ട് ഒരു കുറച്ച് കാലത്തിന് ശേഷം ഒരു 4-5 വർഷത്തെ ഗ്യാപ്പ് വന്നു അല്ലേ? അപ്പോൾ അതെന്താണ്, ചേട്ടൻ തന്നെ സിനിമയിൽ നിന്ന് വിട്ടു നിന്നതാണോ? ഞാൻ ആക്ച്വലി എന്താ പറയാ, ഒരു 1-2 വർഷത്തെ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിരുന്നു. ഇൻ ദ സെൻസ്, ആ സമയത്ത് ഞാൻ എൻ്റെ കുറച്ച് ഡയറക്ടോറിയൽ മ്യൂസിക് വീഡിയോയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ട് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുന്നതാണ്. അതിന് മാറിയപ്പോൾ പിന്നെ അങ്ങനെ മൊത്തത്തിൽ ഒരു മാറിപ്പോയി എന്ന് മാത്രം. അതാ ഞാൻ കണ്ടത് ചേട്ടൻ മറ്റേ നമ്മുടെ GPA വെച്ചും ഒക്കെ ഒരു അറ്റംപ്റ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ചെയ്തിട്ടില്ല അല്ലേ? മൊത്തം ഒരു 3 മ്യൂസിക് വീഡിയോ, പിന്നെ ഷോർട്ട് ഫിലിം, പിന്നെ ഒരു 6-7 ആഡ്സ് ഒക്കെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് എന്താണ് അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യാൻ? ഹോപ്പ്ഫുള്ളി എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ സിനിമ തന്നെയാണ്. അതിപ്പോ എപ്പോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കും അറിയില്ല. ഉടനെ ഉണ്ടാവട്ടെ. ഓക്കെ. അപ്പോൾ ചേട്ടൻ ഇപ്പോ നമ്മൾ ഈ സംസാരിക്കുന്ന തന്നെ നമ്മുടെ ചെന്നൈയിലാണ്. അപ്പോൾ ചേട്ടൻ ചെന്നൈ സെറ്റിൽഡ് ആണ്. അപ്പോൾ അത് കാരണം ഇപ്പോൾ കേരളത്തിലോട്ട് പോവാതെ ഒരു ചാൻസ് കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ അതുകൊണ്ടാണ്? അങ്ങനെയൊന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് നമ്മുടേതായ ചില കാര്യങ്ങളും അതിന്റെ പിന്നാലൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. നമ്മളിപ്പോ അങ്ങനെയൊന്നുമില്ല, എവിടെ നിന്നാണെങ്കിൽ നമ്മൾ പോകും, അത്രേ ഉള്ളൂ. ശരി. അപ്പോ എന്താണ്, നാടാണോ ഇഷ്ടം, ചെന്നൈയാണോ ഇഷ്ടം? നമ്മുടെ ഓണം പറയുമ്പോൾ നമ്മുടെ നാട്ടില് പ്രൗഡ് ഇന്ത്യൻ, അത്രേ ഉള്ളൂ. അപ്പോ നമുക്ക് നാട് വളരെ ഇഷ്ടമാണ്. അതേപോലെ തന്നെ ചെന്നൈ പഠിച്ച് ഒരു എന്താ പറയാ, കൂടുതൽ സമയം ചെന്നൈയിലായതിന്റെ പേരിൽ ചെന്നൈയും ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ ഓണത്തിന് ഇപ്പൊ നാട്ടിലേക്ക് ഇല്ല, ഓണം ഇവിടെ തന്നെ ആയിരിക്കും. ഓക്കെ. പിന്നെ ഓണത്തിന്റെ ഓർമ്മകളൊക്കെ എന്താണ്? ഓണം ഞാൻ പറഞ്ഞ പോലെ കൂടുതലും എന്താ ഔട്ട് ഓഫ് കേരളയാണ് ഓണം ഞാൻ കൂടിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാല്, ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ കാലങ്ങളിലെല്ലാം അബുദാബിയിലായിരുന്നു ഓണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു 4-5 വർഷം മാത്രമേ നാട്ടിലുണ്ടായിട്ടുള്ളൂ. പിന്നെ വീണ്ടും ചെന്നൈയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും പല സമയത്തും പല സ്ഥലത്തുമായിട്ടാണ് ഓണം ആഘോഷിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോ എന്താ പറയാ, മയൂരിക്കൊക്കെ അറിയുന്ന പോലെ തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു പുറത്ത് ആണ് കൂടുതൽ സെലിബ്രേഷൻസ് ഉള്ളത്. നാട്ടിലെ ഓണം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് ചില പണ്ടത്തെ ഞാനൊക്കെ കുട്ടിക്കാലത്ത് ആയിരുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു ഓണ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, കളികളും അത്. ഇപ്പൊ അങ്ങനെ ഒരു ഇത് ഇല്ല, നാട്ടിൽ കുറഞ്ഞു. പിന്നെ ഇപ്പത്തെ ഒരു ഓണം, ഈ വർഷത്തെ ഒരു ഓണം കുറച്ചും കൂടി ഒരു എന്താ പറയാ, വിഷമം നിറഞ്ഞ ഓണം കൂടിയാണ്. ഈ വയനാട് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു അത്ര ഒരു സന്തോഷം ഇല്ലാത്തൊരു ഓണം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നാട്ടിൽ ഒബ്വിയസ്ലി അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമവും കാര്യങ്ങളും ഉണ്ട്. അവരിപ്പോ വയനാട്ടിൽ ഭയങ്കരമായിട്ട് ഓണം ആഘോഷിക്കുന്നു. അല്ല, അത് ആഘോഷിക്കട്ടെ. കാരണം തീർച്ചയായിട്ടും വേറെ ഒന്നും കൊണ്ടല്ല, ഒരു തിരിച്ചുവരവ് വേണമല്ലോ എന്തായാലും. അപ്പൊ നമ്മള് ആ രീതിയിൽ അതിനെ ഒരു ആഘോഷമായിട്ട് തന്നെ കാണാം. നല്ല കാര്യം. അപ്പൊ കൊഞ്ചം ടൈം തമിഴ് പേസലാമാ? അപ്പൊ ചേട്ടൻ അപ്പൊ ചെന്നൈ സെറ്റിൽഡ് ആണല്ലോ. എങ്ങനെയാണ് ചെന്നൈ സെറ്റിൽഡ് ആവാനുള്ള കാര്യം? കാരണം മലയാളത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നു, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എങ്ങനെയാ വന്ന് ചെന്നൈയിൽ സെറ്റിലായ? എന്താ കാര്യം? അല്ല, അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞത്, ഞാന്
എന്താ പറയുക എഞ്ചിനീയറിംഗ് തൊട്ട് ഞാൻ ഇവിടെ ചെന്നൈയിലാണ് പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏകദേശം എഞ്ചിനീയറിംഗിന്റെ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ സമയത്താണ് ഞാൻ എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ ചെയ്യുന്നത്, നിനൈത്തുതിയാറു എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ അത് ഗോള് കഴിഞ്ഞിട്ടല്ലേ? പിന്നെ ഗോള് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ ഓഫ് എഞ്ചിനീയറിംഗിലാണ്. ചെന്നൈയിലാണ് സിനിമയിൽ വരുന്നത്, ചെന്നൈയിൽ നിന്നാണ്. അത് കഴിഞ്ഞൊരു 4 വർഷം കഴിഞ്ഞ് ഏകദേശം ഒരു 2014 ഏകദേശം ഒരു 7 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ ചെയ്യുന്നത്. ഡയറക്ടർ വിക്രമൻ സർ, കമൽ സാറിനെ പോലെ തന്നെ ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡയറക്ടറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമയിലാണ് ഞാൻ നായകനായിട്ട് വന്നത്. അപ്പം ആ സമയം തൊട്ട് പിന്നെ അങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പഠിച്ചു, ഇവിടെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പിന്നെ അങ്ങനെ സെറ്റിലായി. അങ്ങനെ തമിഴായി അല്ലേ? പിന്നെ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ചെന്നൈ. അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെ മൊത്തത്തിൽ ഇവിടെ അങ്ങ് സെറ്റിലായി. ചേട്ടാ ചെന്നൈയിലാന്ന് പറഞ്ഞു. ചെന്നൈയിൽ എവിടെയാ ചേട്ടാ? ചെന്നൈ പോരൂർ അടുത്ത് മങ്ങാട്. അതെ, എവിടെയാ? മങ്ങാട്. അപ്പൊ ഇവിടെ എങ്ങനെ ഇവിടെ കറങ്ങാനൊക്കെ പോവോ പുറത്ത് ഫ്രണ്ട്സ് ആയിട്ട്? പിന്നെ ഫ്രണ്ട്സിന് എനിക്ക് മെയിൻ ഏറ്റവും ഇഷ്ടം വൈഫിനായിട്ട് കറങ്ങാൻ തന്നെയാണ്. ആദ്യമായിട്ട് ഒരാൾ വന്ന് വൈഫിനായിട്ട് കറങ്ങുന്ന അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. അപ്പൊ വൈഫ് ഫ്രണ്ട്സും ഉണ്ട്, ഫ്രണ്ട്സായിട്ട് നമ്മൾ കറങ്ങാൻ പോവാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി ഇപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് കറങ്ങാൻ പോകുമ്പോഴും ഫാമിലീസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, നമ്മുടെ കൂടെ ഇപ്പൊ ഫാമിലി ഉണ്ട് കൂടെ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പോ വൈഫ് എങ്ങനെയാണ് ചേട്ടന്റെ കല്യാണം? മീൻസ് ആ ഒരു ജേർണി പറയാം. ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണ്? അറേഞ്ച് മാരേജ് ആണ്. പക്ഷെ നമ്മള് കല്യാണം കണ്ടുമുട്ടിയിട്ട് പിന്നെ എക്സാക്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോ അറേഞ്ച്ഡ് ആയിട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു വർഷത്തോളം ഒരു പ്രണയിച്ചിട്ട് കല്യാണം കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അറേഞ്ച്ഡ് ലവ് മാരേജ്. പുള്ളിക്കാരുടെ പേരെന്താണ്? ശ്രുതി. പുള്ളിക്കാരി ഡോക്ടറാണ് അല്ലേ? അതെ, ഡെന്റിസ്റ്റ് ആണ്. ക്ലിനിക് ഉണ്ട്, ക്ലിനിക് ഉണ്ട് ഇവിടെ തന്നെ, ചെന്നൈ തന്നെ. നിങ്ങൾ ടോട്ടലി ചെന്നൈയിലായി. അപ്പോ ചേട്ടൻ ഇതിപ്പം നമ്മുടെ മലയാളത്തിലല്ലാണ്ട് തമിഴിലും തെലുങ്കിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോ ഏതൊക്കെ സിനിമകളാണ് ചെയ്തത് തമിഴില്? തമിഴില് ഞാനിപ്പോ മൊത്തം 3 സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോ ഒരു 2 സിനിമ കഴിഞ്ഞു, ഒരു സിനിമ ഇപ്പോ ഓൺഗോയിങ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തം ഒരു 3 സിനിമ വരാനുണ്ട്. ഇപ്പൊ ഓൺഗോയിങ് പ്രോജക്ട് അതിന്റെ ടൈറ്റില് ഇട്ടിട്ടില്ല. കറന്റ്ലി സിറ്റ് കുറിഞ്ചി എന്നാണ് ടൈറ്റില്. ഇപ്പൊ ലീഡ് റോളില്. അപ്പൊ അതിന്റെ ഷൂട്ടൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ കൊടൈക്കനാൽ ആ ഏരിയ ആയിരുന്നു. അതാണ് ആക്ച്വലി നേരത്തെ പറഞ്ഞ കിട്ടാഞ്ഞത്, അതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ അതുൾപ്പെടെ ഇപ്പൊ ഒരു 3 സിനിമകളാണ് മൊത്തം തമിഴിൽ ഇപ്പോ വരാനുള്ളത്. മലയാളത്തില് ഞാനിപ്പോ നമ്മുടെ സുരേഷ് ഗോപി നായകനായിട്ടുള്ള JSK എന്ന് പറയുന്ന സിനിമയില് ഒരു സ്പെഷ്യൽ അപ്പിയറൻസ്, ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും ഇറങ്ങാനുണ്ട്. ഉറപ്പായിട്ടുണ്ടാവും, ഉണ്ടാവണം. പിന്നെ തെലുങ്കിൽ പോയി അഭിനയിച്ചല്ലോ ചേട്ടാ? തെലുങ്കില് 2 സിനിമ ചെയ്തു. എന്താ പറയാ, പക്ഷെ അത് yet to release ആണ്, ഇത് റിലീസ് ആയിട്ടില്ല. പിന്നീട് അത് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്തില്ല? മീൻസ് ഞാൻ പൊതുവെ അങ്ങനെ ട്രയൽസ് കുറച്ച് കുറവാണ്. ഒരു 4-5 വർഷത്തെ ഗ്യാപ്പ് എടുത്തു. അതെ, ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ ശ്രമിക്കാറില്ല. കാരണം നമ്മൾ കുറച്ചും കൂടി ഒരു ഡയറക്ഷൻ ഓറിയന്റഡ് ആയതുകൊണ്ട്. അതെ, തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിലും ആക്ടിങ് രീതിയിൽ കുറച്ച് കുറവാണ്. അപ്പൊ കൂടുതലും വരുന്നത് ചെയ്യുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. അപ്പൊ ചേട്ടനിങ്ങനെ മീൻസ് ഷൂട്ടൊക്കെ ഇല്ലാണ്ട് ഉള്ള സമയത്ത് എന്തൊക്കെ ചെയ്യും? കൂടുതലും ഇങ്ങനെ റിയാലിറ്റി ഒന്ന് വിളിച്ചു പറയണം, കുറച്ച് ജാടയൊക്കെ ഇട്ട് പറയണ്ടേ? ഇങ്ങനെ പറയണം, അപ്പൊ ഞാൻ ഷൂട്ടില്ലാത്ത സമയത്ത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെ പറയണ്ടേ ചേട്ടാ? അപ്പൊ വേണ്ട, നമുക്ക് ജാട കാണിച്ചിട്ട് ആളെ കിട്ടാതിരുന്നതാണ് കേട്ടോ. ഇപ്പൊ മനസ്സിലായത്, പുറത്ത് വന്നിട്ടുണ്ട് സത്യം. നമ്മൾ വിളിച്ചപ്പോഴൊക്കെ ഞാൻ അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ ചുമ്മാ. ഞാൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ സത്യമായിട്ട് ചാനൽ ഉണ്ടായിട്ടില്ല. കണ്ണുപ്പായിട്ട്. അപ്പോ എന്തൊക്കെയാ ചെയ്യുന്നത്? ഷൂട്ടില്ല, ഓക്കെ, ഒരു ഡെയിലി റുട്ടീൻ എന്തൊക്കെയാണ്? സിനിമ ഇപ്പൊ മെയിൻലി എന്താ പറയാ, ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ ഒരു മെയിൻ ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത് മോളിപ്പോ 2 വയസ്സാകുന്നു. അപ്പൊ മോളായിട്ടുള്ള ഒരു കളി ചിരി, മോളെ പുറത്തു കൊണ്ടുപോകുക പരിപാടികളൊക്കെയാണ് ഇപ്പത്തെ ഒരു മെയിൻ ആഫ്റ്റർ റുട്ടീൻ. അങ്ങനെയാണ് ഇപ്പൊ. മൽഹാര. അതെ, മൽഹാര എന്ന് വെച്ചാൽ മൽഹാർ ആക്ച്വലി ഒരു കർണാട്ടിക് രാഗം. പിന്നെ റെയിൻ, മഴ എന്നുള്ള അർത്ഥമുണ്ട്. അല്ല, ഞാൻ പാടില്ല, എന്നാലും അല്ല അങ്ങനെയൊക്കെയാണ് അതിന്റെ പേരിന്റെ അർത്ഥം. അപ്പൊ പക്ഷെ അതുകൊണ്ട് 2 വയസ്സായല്ലേ? 2 വയസ്സ്. അപ്പൊ എന്നാലും പറയൂ ചേട്ടോ, റുട്ടീൻ എന്താ? ഇപ്പൊ ജിമ്മിലൊക്കെ പോവോ?
അല്ല അത് ജിമ്മൊക്കെ പോവാറുണ്ട്, പക്ഷെ ഭയങ്കര ഓൺ ആൻഡ് ഓഫ് ആണ്. ഓക്കെ, തോന്നുമ്പോ പോവും. അല്ല അതായത് പോവും, ഇടയ്ക്ക് പോയി ഷൂട്ടിനൊക്കെ പോകുമ്പോ പിന്നെ കംപ്ലീറ്റ്ലി മാറും. ജിമ്മിൽ വീട്ടിൽ തന്നെ ജിം സെറ്റ് ചെയ്ത് നമ്മുടെ എന്താ പറയാ, ഞങ്ങൾ താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അവിടെ തന്നെ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്, പുറത്തും ഉണ്ട്. ചില സമയത്ത് ഭയങ്കര ഹാർഡ് കോർ ആയിട്ട് പോകും, ചില സമയത്ത് ഇതിന് ഒട്ടുമില്ലാണ്ടാവും. അങ്ങനെ മാറി പറഞ്ഞിരിക്കും. ഈ ഒരു 4-5 വർഷം ചേട്ടൻ ഗ്യാപ്പ് എടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോ ചോദിക്കാൻ പാടാന്ന് അറിയില്ല, എവിടെ നിന്നാണ് ഈ വരുമാനം ചേട്ടൻ? എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എനിക്ക് ആഡ് ഏജൻസി ഉണ്ട്. പിന്നെ ഞാൻ തൃശ്ശൂർ ആക്ച്വലി റെസ്റ്റോറന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. എന്താ അതിന്റെ പേര്? സ്വാദ്. എന്താ ഇപ്പൊ എന്താ ഇല്ല, അത് ഞാൻ കൊറോണയ്ക്ക് മുമ്പ് കൊടുത്തു. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? ഇല്ല, ഇവിടെ ഇപ്പൊ താൽക്കാലികമായിട്ട് പ്ലാൻ ഒന്നുമില്ല. ഇപ്പോഴും ഏജൻസി ഉണ്ട്, അതിങ്ങനെ ഫ്രീലാൻസ് ആയിട്ടാണ് കൂടുതൽ ചെയ്യാറ്. ചേട്ടൻ തന്നെയാണ് ഡയറക്ട് ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഒരു ആഡ് ഡയറക്ടറും കൂടെയാണ്. ഓക്കെ, ഇപ്പൊ ഒരു റീസെന്റ് ഒരു ഷോർട്ട് ഫിലിം റിലീസ് ആയല്ലേ? ഓക്കെ, അപ്പൊ അതിനെന്തോ കുറച്ച് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഞാനിങ്ങനെ നോക്കിയതാണ് ചേട്ടനെ കുറിച്ച്. ഇല്ല, അത് ഒരു താങ്ക്ഫുള്ളി ഒരു 50+ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ കിട്ടി. അപ്പൊ അത് സൂപ്പറാണ്. എന്താ പേര്? മൈ ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോ ബിസിനസ് ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്നില്ല? ആഡ് ഏജൻസി ഇപ്പൊ ബിസിനസ് ആയിട്ട് ഇപ്പൊ അപ്പാർട്ട് ഫ്രം ക്ലിനിക് വേറൊന്നും ഇല്ല. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് സ്റ്റേജ് ആഡ് ഏജൻസി ഞാൻ പറഞ്ഞ പോലെ ഫ്രീലാൻസ് ആയിട്ട് മാത്രം, അതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാറില്ല. അതിന്റെ ഒരു മാത്രം. ഇപ്പോ നെക്സ്റ്റ് ആയിട്ട് അപ്പോ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ട? ഇത് പ്രോജക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഡയറക്ഷനാണ് താല്പര്യം എന്ന് പറഞ്ഞു, കൂടുതൽ ആക്ടിങ്ങിനെക്കാളും. അപ്പോ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഒരു പുതിയൊരു വെഞ്ചർ അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ എന്താണ് പ്ലാൻ? അല്ല, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഒരു ഓൺഗോയിങ് തമിഴുണ്ട്, മലയാളം. അഭിനയിക്കുന്നല്ലേ ഞാൻ ചോദിക്കുന്നത്? ചേട്ടൻ ഡയറക്ഷനിലാണല്ലോ. അല്ല, ഡയറക്ഷന്റെ എനിക്ക് അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി പറയത്തക്ക രീതിയിലൊന്നും ആയിട്ടില്ല. ഒരു 3-4 കപ്പിൾ ഓഫ് പ്രോജക്ട്സിന്റെ പ്ലാനിങ്സും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിലേതാണ് എങ്ങനെയാണ് ഇപ്പൊ എല്ലാവരും ആരുടെയും കഥ എടുക്കാറ് അവരവരുടെ തന്നെ കഥ തന്നെയാണല്ലോ ഡയറക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്ലാൻ ആണോ? അല്ല, സോഫാർ എന്റെ അടുത്തുള്ളത് മുഴുവൻ അങ്ങനെയാണ്. മൽഹു അപ്പൊ സോഫാർ അങ്ങനെ ആയിരിക്കും തോന്നുന്നു. ഞാനും എൻ്റെ ഒരു അരവിന്ദനോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങളാണ് കൂടുതൽ ഒരുമിച്ച് എഴുതാറുള്ളത്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് അല്ല, ട്രിവാൻഡ്രത്ത്. ഞാൻ ട്രിവാൻഡ്രമാണ് ചേട്ടാ. ഓ, അത് ശരി. ഓക്കെ, ട്രിവാൻഡ്രത്ത് എവിടെയാണ്? ട്രിവാൻഡ്രം വട്ടപ്പാറ. അറിയില്ല. വന്നിട്ടില്ലേ? ആ, പിന്നെ ഓഫ് കോഴ്സ്. അയ്യോ, എത്ര തവണ. അരവിന്ദ് കോവളം സൈഡാണ്. അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി എന്തൊക്കെയാ വേറെന്താ വിശേഷം? ഓണം ഇപ്രാവശ്യം ഓണം ഹോപ്പ്ഫുള്ളി ചെന്നൈയിലായിരിക്കും. എന്താ പറയാ, പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരും എന്താ പറയാ, സോഫാർ എല്ലാം കുഴപ്പമില്ലാണ്ട് പോകുന്നു, എല്ലാം നല്ലതാവട്ടെ എന്ന്. ഇപ്പൊ ഒരു റിലീസ് കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് റിലീസ് ഇപ്പൊ എന്തായാലും ഓണം അടുപ്പിച്ചൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു മുമ്പ് ആക്ച്വലി JSK എന്ന് പറയുന്ന സുരേഷ് ഗോപി പടം ആക്ച്വലി ഓണത്തിന് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അതിപ്പോ ഇല്ലാ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് മേ ബി അത് കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ. ചേട്ടൻ ആക്ടർ ആയിട്ടല്ലേ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്നത്, പിന്നെ എങ്ങനെയാ ഡയറക്ഷൻ സൈഡിലോട്ട് മാറിയത് അല്ലെങ്കിൽ അതിലോട്ട് ഒരു ഇൻട്രസ്റ്റ് ആവുന്നതിന്റെ കാര്യം എന്താ? അതെങ്ങനെയാ ആയത്? അല്ല, ആക്ച്വലി ഞാൻ വളരെ ചെറുപ്പം തൊട്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ടെക്നിക്കൽ സൈഡാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞല്ലേ? അല്ല, അങ്ങനത്തെ ടെക്നിക്കൽ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് സിനിമ ടെക്നിക്കാലിറ്റിയാണ്. അല്ല, എഞ്ചിനീയറിംഗ് മറ്റേ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. പക്ഷെ ഇപ്പൊ വഴി കൂടെ പോകുന്ന ഒരു വണ്ടി ഒരു പെട്രോൾ ആണോ ഡീസൽ ആണോ എന്ന് പോലും തിരിച്ചറിയാത്തൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ഞാൻ. അതുകൊണ്ട് അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഞാന് എന്താ പറയാ, എന്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ ഈ നാനാ വെള്ളി നക്ഷത്രം മാഗസീനിലൊക്കെ നമ്പർ എടുത്തിട്ട് ഞാൻ അന്ന് K. മധു സാറ്, കമൽ സാറ്, ജയരാജ് സാറ്, അങ്ങനത്തെ ഒരു 3-4 പേരെ ഞാൻ വിളിച്ചിട്ടുണ്ട് കഥ പറയാൻ. എന്റെ 9ാം ക്ലാസ് ലാൻഡ് ലൈനില്ല അന്നത്തെ. അപ്പോ കമൽ സാറിനെയും ജയരാജ് സാറിനെയും എനിക്ക് ഫോൺ കിട്ടിയില്ല. K. മധു സാറിന്റെ അടുത്ത് മാത്രം സംസാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോ ഞാൻ 9ാം ക്ലാസ് ആണെന്ന് പറഞ്ഞപ്പോ തന്നെ സാറിന് ചിരി വന്നു. സാറപ്പ പറഞ്ഞു, മോനെ കുഴപ്പമില്ല, മോൻ എന്തായാലും ഒരു +2 ഒക്കെ കഴിയട്ടെ, പഠിച്ചിട്ടൊക്കെ വരൂ, എന്നിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു.
അപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടി നടന്നു തന്നെയാണ് സിനിമ കയറിയത്? അല്ല, ഞാൻ അങ്ങനെ ശ്രമിച്ചു കഥ പറയാൻ. അങ്ങനെ കഥ പറയാൻ ശ്രമിച്ചു. പക്ഷെ എന്തോ പിന്നീട് അത് വിട്ടു. കാരണം എനിക്ക് ഒരു തരത്തിലും എന്റെ ആരും തന്നെ സിനിമയിലില്ല. അപ്പൊ നമുക്കൊരു ആക്സസ് ഒന്നുമില്ല. എസ്പെഷ്യലി ഞാൻ പറയുന്ന ഒരു 17-18 വർഷം മുമ്പ് ആലോചിക്കുമ്പോൾ ഒട്ടും ഒരു ആക്സസിബിലിറ്റി ഇല്ല. അപ്പോ നമുക്കത് പറ്റില്ല എന്നുള്ളതുകൊണ്ട് വിട്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ കറങ്ങി തിരിഞ്ഞൊരു ഭാഗ്യവശാൽ ഞാൻ അന്ന് വിളിച്ച കമൽ സാറിന്റെ പടത്തിലൂടെ തന്നെ നായകനായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടി. പിന്നെ അങ്ങോട്ട് ഭയങ്കര മനസ്സിൽ പറഞ്ഞൊരു പാട്ടാണ്. അതെ, അപ്പോ ഇന്നസെന്റ് ആയിരുന്നു. ഇപ്പൊ ഈ ലുക്കല്ല, ഭീകരനായി. അപ്പോ അങ്ങനെയാണ് വന്നത്. അപ്പൊ അന്ന് തൊട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ഇഷ്ടം പതിയെ പതിയെ എന്താ പറയാ സിനിമയിൽ അത് ഒരു ആക്ടിങ് ആയാലും കേറിയതിനു ശേഷം ഡയറക്ഷൻ ഫീൽഡിലേക്ക് പോകാം അങ്ങനെ വിചാരിച്ചിട്ടാണ്? അങ്ങനെയൊന്നുമല്ല, അവസരം കിട്ടി വന്നു. അപ്പോൾ തന്നെ നേരെ വന്നു. ബിക്കോസ് അന്നത്തെ ഞാൻ പറഞ്ഞ ഈ 17-18 വർഷം മുമ്പത്തെ കാര്യത്തില് നമുക്ക് ഒട്ടും എക്സ്പോഷർ ഇല്ല, ഒട്ടും നമുക്ക് അറിയില്ല. നമ്മൾ ഇന്നെന്ന് പറയുന്ന എല്ലാവർക്കും ഒരു മിനിമം എക്സ്പോഷർ ഉണ്ട്. ഇപ്പൊ ഒരു ചെറിയ കുട്ടിക്ക് തന്നെ ക്യാമറ എന്താണ് അല്ലെങ്കിൽ എഡിറ്റിംഗ് എന്താണ് പറഞ്ഞ മൊബൈൽ എക്സ്പോഷറെങ്കിലും ഉണ്ട്. അന്ന് അതും ഇല്ല. അപ്പൊ നമുക്ക് അത്രയും എക്സ്പോഷർ ഇല്ലാത്ത സമയത്ത് നമുക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ നമ്മൾ വേഗം വരുന്നു, അത്രേ ഉള്ളൂ. വേറെ ചിന്തിക്കാൻ പോലും ഇല്ല അവസരം. ഹലോ ചേട്ടൻ എങ്ങനെയാ ആദ്യം കമൽ സാറിന്റെ അടുത്ത് എത്തുന്നേ? മീൻസ് കമൽ സാറിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഇത്രയും ഒരു വലിയൊരു ബാനറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പൊ അന്ന് അങ്ങനെ ഒരു ചാൻസ് ഞാൻ കറുത്ത പക്ഷികൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി അവര് തൃശ്ശൂർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയതാണ്. അപ്പൊ അന്ന് കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു സുഗീരേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഓർഡിനറിയുടെ ഒക്കെ പടത്തിന്റെ ഡയറക്ടർ. പിന്നെ മറ്റേ പി സുകുമാർ എന്ന് പറഞ്ഞ ക്യാമറമാൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ. അപ്പൊ ഈ ESI ഹോസ്പിറ്റലിലാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പൊ ഈ ഷൂട്ടിന്റെ അവിടേക്ക് ആരെയും കടത്തി വിടുന്നില്ല. അപ്പൊ എനിക്ക് ഷൂട്ടിംഗ് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പുറത്തേക്കുന്നു. അപ്പൊ ഈ എന്താ പറയാ ജയേട്ടൻ എന്ന് പറഞ്ഞ ആള് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി പുള്ളി സിനിമയുടെ ആരോ ആണ്. കാരണം ബാഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പുള്ളിയായിട്ട് പോയി സംസാരിച്ചു. പുള്ളി എന്നെ നോക്കി എന്നാ ശരി വാന്ന് പറഞ്ഞു, ഷൂട്ടിംഗ് കാണാൻ വന്നാണ് പറഞ്ഞു. അപ്പൊ പുള്ളി വന്നു എന്റെ കൂടെ വാന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളിൽ പോയി. അപ്പോൾ ഞാൻ ഷൂട്ടിംഗ് അവിടെ പോയിട്ട് മുകളിൽ കണ്ടു. കാണുന്ന സമയത്ത് അപ്പോൾ ഈ ജയേട്ടൻ പോയിട്ട് ഈ സുഗീതേട്ടൻ എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് പോയിട്ട് എൻ്റെ ഒപ്പം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സുഗീതേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ചു. സിനിമ എന്താ പറയുക അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ട് എന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ അത് ആക്ച്വലി ഇതിന്റെ ഒരു ബേസിക് സ്റ്റോറി എന്താന്ന് വെച്ചാൽ ഈ ജയേട്ടനും സുഗീതേട്ടനും കൂടിയിട്ട് ഒരു ആൽബം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നെ അന്ന് കണ്ടപ്പോ അവര് വിചാരിച്ചു ഈ ആൽബത്തിന് സൂട്ടാവുന്ന ഒരാളാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്റെ നമ്പറൊക്കെ വാങ്ങി. അങ്ങനെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഗ്യാപ്പിൽ ഞാൻ എഞ്ചിനീയറിംഗ് വന്നു, ജോയിൻ ചെയ്തു. ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞു. കറുത്ത പക്ഷികളൊക്കെ റിലീസായി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കമൽ സാർ ഗോൾ എന്ന് പറയുന്ന സിനിമ അനൗൺസ് ചെയ്യുന്നു. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹണ്ട് നടത്തുന്നു. അപ്പൊ എന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ആ സമയത്ത് ഹണ്ടൊക്കെ നടത്തിയിട്ടും കമൽ സാറിന് വേണ്ട ഒരാളെ, കമൽ സാറിന് സാറ്റിസ്ഫൈഡ് ഒരാളെ കിട്ടിയില്ല. അത് എന്റെ ഭാഗ്യം. ഇല്ല, ഞാൻ അന്ന് നമ്മൾ ചെന്നൈയിലാണ്. പിന്നെ അങ്ങനൊരു എന്താ പറയാ ഇപ്പൊ എന്താ പറയാ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എങ്ങനെയാണ് അറിയുന്നത്? പത്രത്തിലൂടെ മാത്രമേ അറിയാൻ പറ്റും. അന്ന് ഫേസ്ബുക്കിൽ ഒന്നുമില്ല, സോഷ്യൽ മീഡിയ ഇല്ല, ഫോണില്ല, ഒരു പരിപാടിയും ഇല്ല. പിന്നെ ഏതെങ്കിലും രീതിയിൽ അറിയണമെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞറിയാം. അങ്ങനെയൊന്നും നമുക്ക് ഒരു ആക്സസും ഇല്ലാണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല. ഇൻഫാക്ട് ഞാൻ ഇതിനെ കുറിച്ച് അറിയുന്നത് തന്നെ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷമാണ്. അതായത് ഇങ്ങനെ ഒരു ഹണ്ട് നടത്തി, ആ ഹണ്ട് നടത്തിയിട്ടും അവർക്ക് ആളെ കിട്ടിയില്ല എന്ന് പോലും അറിയുന്നത് അതിന് ശേഷം. അപ്പൊ അങ്ങനെ ആരെയും കിട്ടാതാവുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഇരിക്കുമ്പോ സുഗീതേട്ടൻ പറഞ്ഞു മറ്റേ എന്താ പറയാ ഓടോ. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുഗീതേട്ടനാണ് കമൽ സാറിന് പറഞ്ഞ സാർ ഇങ്ങനെ ഞാൻ എൻ്റെ ഒരു ആൽബത്തിന് വേണ്ടിയിട്ട് ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വന്നപ്പോൾ. അപ്പൊ ഇതാണ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പിന്നെ വിളിക്കുമ്പോൾ വീട്ടിലേക്കാണ് വിളിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ചെന്നൈയിലാണ്. അപ്പൊ കമൽ സാർ വിദ്യാസാഗറിന്റെ ഒപ്പം എന്താ അവിടെ കമ്പോസിങ്ങിന് വേണ്ടി ചെന്നൈ വരുന്നുണ്ട്. അപ്പോ എനിക്കാണെങ്കിൽ ലീവ് കിട്ടാനൊക്കെ വലിയ പാടാ. അപ്പൊ സത്യം പറഞ്ഞാൽ ചെന്നൈ ആണ് ചേട്ടന്റെ ഭാഗ്യനഗരം അല്ലേ കേരളത്തിൽ പോലും. അല്ല, അപ്പൊ അന്ന് അവിടെ നിന്നാണ് പിന്നീട് ഞാൻ കമൽ സാറിനെ ആദ്യമായിട്ട് പോയി കാണുന്നു. അവിടെ നിന്ന് പിന്നെ നേരിട്ട് ഫൈനൽ ഓഡീഷൻ കൊടുങ്ങല്ലൂരിലുണ്ടായി. ആ ഫൈനൽ ഓഡീഷൻ കഴിഞ്ഞിട്ട് പിന്നെ നേരിട്ട് സിനിമയിലേക്കായിരുന്നു. അപ്പോ ഇതാണ് ഫുൾ ജേർണി. അതാണ്. അപ്പൊ മിക്കവാറും ആർക്കും ഇല്ലല്ലോ, അല്ലെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും അറിയില്ലായിരിക്കും ഒരാളെ എങ്ങനെയാ എൻട്രി ആയത്. അതെ, അല്ല, ഇതൊരു
ഒരു വലിയ ഭയങ്കര story. ആ, കേരളത്തിലുള്ള ആള് ചെന്നൈയിൽ പോയി വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാധനം. കാരണം ഷൂട്ടിംഗ് കാണാൻ പോയിട്ട് പിന്നെ അതൊരു ഫോർച്യൂൺ ആണ്, ഒരു ഭാഗ്യമാണ്. തികച്ചും ഭാഗ്യം. ഒരു ഉള്ളില് എത്രയോ പേര് ഇപ്പൊ നമ്മളെല്ലാവരും സിനിമയ്ക്ക് വേണ്ടി നടക്കുന്നുണ്ട്. അപ്പൊ എത്രയോ ഓഡിഷൻ പോയി എത്രയോ ഇതെന്ന് പോയതിനു ശേഷം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അതൊരു ദൈവാനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ചേട്ടൻ ഇന്ന് ഈ ഒരു സ്റ്റേജിൽ എത്തിയത്. അപ്പോ ചേട്ടൻ പറഞ്ഞില്ലേ, ഇപ്പോ ആക്ടിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡയറക്ഷൻ ആണ് ഇഷ്ടം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇഷ്യൂസ് എല്ലാം നടക്കുന്നുണ്ടല്ലോ, ഹേമ കമ്മിറ്റിയുടെ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നു. അപ്പൊ ചേട്ടൻ ഇനി ഒരു ഡയറക്ഷൻ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഡയറക്ട് ചെയ്യാൻ വരുമ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു പേടിയുണ്ടോ? അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പേടിയൊന്നുമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം അതുമായി ബന്ധപ്പെട്ടുള്ള സൊല്യൂഷൻസിലേക്ക് നമ്മൾ എത്തണം. അത് ഇറ്റ് ഷുഡ് ബി എ ഗുഡ് വർക്കിംഗ് പ്ലേസ് ആയിരിക്കണം. അപ്പൊ അതില് നമുക്ക് ഒരു വേറെ ടെൻഷന്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ടർ മാത്രമല്ലല്ലോ, അപ്പൊ ഒരുപാട് ടെക്നീഷ്യൻസും പ്രൊഡ്യൂസറും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്മിറ്റി കാര്യങ്ങളൊക്കെ ഫോം ചെയ്തിട്ട് നമുക്ക് പറ്റാവുന്നിടത്തോളം വി ക്യാൻ ട്രൈ ആൻഡ് മോണിറ്റർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ഇൻ അവർ പ്ലേസ്. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഈ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ബാക്കി കുറച്ച് പേടി ഫാക്ടർ ഒക്കെ എല്ലാവർക്കും വന്നാൽ തന്നെ കുറെയൊക്കെ ഓക്കെ ആവും. ചേട്ടന്റെ ഒരു ഡയറക്ടർ വെഞ്ചർ തുടങ്ങുകയാണെങ്കിൽ അതൊരു സൂപ്പർ സെറ്റ് തന്നെ ആയിരിക്കും. ആവട്ടെ, ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഫുഡ് പ്യൂർ നോൺ വെജ്. പ്യൂർ നോൺ വെജ്. സാധാരണ എല്ലാവരും പ്യൂർ വെജ്, അങ്ങനെ പ്യൂർ നോൺ വെജ് എല്ലാം കഴിക്കും. പിന്നെ ഇങ്ങോട്ട് കഴിക്കാത്ത എല്ലാം കഴിക്കും. ഞാൻ ആക്ച്വലി തായ്ലാൻഡില് ഒരു ഷോയുമായി ബന്ധപ്പെട്ട് തായ്ലാൻഡിൽ പോയിട്ട് ഞാൻ പാമ്പല്ല, നമ്മുടെ കോക്രോച്ച്, ഹണിബി അതൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ കങ്കാരു മീറ്റ്, പിന്നെ അങ്ങനെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് അതൊക്കെ ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഓൺ എ ഡെയിലി ബേസിസ് എന്നല്ല, എനിക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ചിക്കൻ, മട്ടൻ, ബീഫ് അങ്ങനെയൊക്കെ കുറച്ച് നമ്മുടെ നോർമൽ ഫുഡിലാണ്. അതെ, വെജും എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ സദ്യയൊക്കെയാണെങ്കിൽ ഇഷ്ടമാണ്. അല്ലാത്ത പക്ഷം വലിയ സദ്യയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ എനിക്ക് തന്നെ ഇവിടെ വലിയ മലയാളി ഫുഡ് കിട്ടാറില്ല. ചില കേരള ഹോട്ടൽ എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് ആ കേരള ടച്ചിലുള്ള ഒരു ആഹാരം കിട്ടുന്നത് വളരെ കുറവാണ്. മലയാളി ക്ലബ് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ചേട്ടൻ ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇവിടെ ചെന്നൈയിലുള്ള മലയാളികൾക്കൊക്കെ ഒരു നമ്മൾ സ്ഥിരമായിട്ട് മറ്റേ അറിയാവുന്ന ചില സംഭവങ്ങൾ, ചിലപ്പോ കുമരകം, എന്റെ കേരളം, കുമരകം, പിന്നെ കോട്ടയം കഫേ, മലബാർ കമ്പൂസ്, അവിടെയൊക്കെ അത്യാവശ്യം നല്ല ഐ മീൻ പാർസൽ ഉൾപ്പെടെ നമുക്ക് കിട്ടാവുന്ന എനിക്ക് കുറച്ചും കൂടി ഈസിലി കിട്ടാവുന്ന സ്ഥലങ്ങൾ അതൊക്കെ ആയിരുന്നു. ചേട്ടാ, ഇപ്പോ നമ്മുടെ മലയാള സിനിമയില് ഒരുപാട് ഭയങ്കരമായിട്ട് ഒരു ചൂടുള്ള ഒരു ചർച്ചയാണ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടും അതിനനുബന്ധമായ കാര്യങ്ങളും. കാരണം ഒരുപാട് പെൺകുട്ടികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് അവരുടെ അബ്യൂഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോ ചേട്ടൻ എന്താണ് അതിനെപ്പറ്റി ഒരു ചേട്ടൻ്റെ ഒരു എന്താ പറയാ, ചേട്ടൻ്റെ ഒരു ആശയം എന്താണ്? അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ സിനിമയില്? അല്ലെങ്കിൽ അല്ല, നമ്മള് ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞ പോലെ തന്നെ വളരെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒന്ന് തന്നെയാണ്. എല്ലാ സ്ഥലത്തും നമുക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാനത് ഫേസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നേരിട്ട് അറിയില്ല എന്നുള്ളത് കൊണ്ട് അതില്ല എന്നൊരു അർത്ഥമില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്താ പറയുക, നാച്ചുറലി അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് അറിയുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ആൾക്കാർ മുമ്പോട്ട് വരുന്നു, അത് പറയുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൊല്യൂഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന സോ കോൾഡ് ചതികൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സ്പോസ്ഡ് ആവുന്നതും അതിനെക്കുറിച്ച് വെളി പറയുന്നതും എന്താ പറയുക, ഒരു വളരെ നല്ലൊരു സേഫ് എൻവയോൺമെന്റ് ബേസിക്കലി ഉണ്ടാവേണ്ടതും ആവശ്യം തന്നെയാണ് എല്ലാ സ്ഥലത്തും. അത് ആണ് ഇപ്പോൾ ഇതൊരു ഗ്ലാമർ ഫീൽഡ് ആയതുകൊണ്ട് അത് കൂടുതൽ പുറത്തു വരുന്നു, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നു അല്ലേ? അല്ല, അതെ, അതിപ്പോ ഈ പറഞ്ഞ പോലെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കതൊരു ഈ ഇന്റേണൽ കമ്മിറ്റി പോലത്തെ അല്ലാണ്ട് ഒരു മേ ബി ഒരു ലാർജർ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി, ഒരു ഓൾ ടൈം, അതായത് ഒരു എന്താ പറയുക 24 hour വർക്കിംഗ് കമ്മിറ്റി പോലെ ഉണ്ടാക്കിയിട്ട് എനി ടൈം
അല്ല ഞാൻ പറഞ്ഞ സിനിമയ്ക്ക് പുറത്ത് ഓരോ മേഖലയിലും ഉണ്ടാക്കാം. എസ്പെഷ്യലി ഇപ്പൊ സിനിമയിലാണെങ്കിൽ ഒരു 4-5 അംഗത്തിന്റെ ഒരു സ്ത്രീകളുടെ ഇപ്പൊ ഹേമ കമ്മിറ്റി പോലത്തെ ഒരു 4-5 അംഗ കമ്മിറ്റി പോലെ രൂപീകരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ രൂപീകരിച്ചിട്ട്, അതായത് എനി ടൈം 24/7 ഏത് സെറ്റ് ഇനിയിപ്പോൾ വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ പോലും എനി ടൈം ഓവർ ദ കോൾ അവരെ വിളിച്ച് പറയാവുന്ന ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ്, അതായത് ഇപ്പോ അതിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പേര് ഈ പറയുന്നവരിൽ തന്നെ പറയുന്നുണ്ട്, ഒരുപാട് പേര് ഇത് തുറന്ന് പറയാനും മടിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ എന്താണെന്ന്. അപ്പോ ഒരു വിധത്തിൽ നോക്കിയ സ്ത്രീകള് ഫിലിം ഇൻഡസ്ട്രിയിൽ സേഫ് അല്ല, അങ്ങനെ ഒരു ഇതാണ്. അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെങ്കിലേ ഫിലിമിൽ ചാൻസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ടാലന്റ് എന്ന് പറയുന്ന ഒരു സാധനം മാറ്റി നിർത്തേണ്ടതായി വരും അല്ലെ, ഒരുപാട് പേര് പുറത്ത് നിർത്തേണ്ടതായി വരും. അപ്പൊ അതിന് എങ്ങനെ അതിനൊരു മാറ്റം വരുത്താന്നാണ് ചേട്ടന്റെ ഒരു. അല്ല അതാ പറഞ്ഞ ഇപ്പൊ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളിൽ ഒന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുടെയും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം, ഇനി അറ്റ്ലീസ്റ്റ് എല്ലാവരും ഒന്ന് പേടിക്കും പല കാര്യങ്ങളിലും. അതായത് ഞാൻ പറയുന്നത് അവർക്ക് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി, അത് പുറത്തേക്ക് വന്നപ്പോൾ ഇനി ആർക്കെങ്കിലും ഒരു തെറ്റായ ഒരു മൂവ്മെന്റ് ചെയ്യണമെങ്കിൽ ഒരു പേടി ഉണ്ടാവും. അപ്പോൾ അത് ഒരു വലിയൊരു പോസിറ്റീവ് സൈനാണ്. അതേപോലെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ ഒരു 4-5 അംഗ ഒരു കമ്മിറ്റി പോലെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10ഓളം മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഈ നമ്മളിപ്പോൾ പോലീസിനെ ഒരു ആവശ്യത്തിന് വിളിക്കുന്നു എന്ന് പറയുന്ന പോലെ സിനിമാ മേഖലയിൽ എന്തെങ്കിലും രീതിയിൽ ഒരു നെഗറ്റീവ് പ്രശ്നം വന്നാൽ ഇവരെ വിളിക്കാൻ പറ്റുന്ന ഒരു കമ്മിറ്റി പോലെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ബാക്ക് ഓഫ് ദ മൈൻഡിൽ, എല്ലാ ആൺകുട്ടികളുടെയും ഒരു ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഓക്കെ ഒരു തെറ്റായ സംഭവം ചെയ്താൽ ആ സൈഡിലേക്ക് കോഡ് പോവും എന്ന് പറയുന്ന ഒരു പേടി ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി കുറച്ചും കൂടി എഫക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അതായത് മനുഷ്യന് ഒന്നെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടണം, അല്ലെങ്കിൽ അവർക്കുള്ളിൽ പേടി വരണം, അല്ലെ ഒന്ന് മാറ്റം. നമ്മുടെ ജീവിതത്തില് ഈ ലോകത്ത് എവിടെയാണെങ്കിലും എന്ത് കാര്യം ചെയ്യാതിരിക്കണമെങ്കിൽ പേടി വേണം. അതെന്തുകൊണ്ടാ വെച്ചാൽ ഇപ്പോ നമ്മളിപ്പോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ പറയുന്ന ഒരു കാര്യം. ഇപ്പോ ദുബായി പോയാൽ എന്തുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ കാരണം പേടിയാണ്, അല്ലാണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ അറിയാത്തതുകൊണ്ടോ അല്ലല്ലോ, പേടിയാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ആ പേടി എല്ലാവർക്കും വേണം, സ്ത്രീകൾക്കും വേണം. കാരണം ഇപ്പോ വെറുതെ വന്നൊരു അലിഗേഷൻ പറയാ എന്നുള്ളതും തന്നെ 1-2 നടന്മാരെ കുറിച്ച് അങ്ങനെ ഒരു ഇത് അല്ല അത് തെളിയിക്കപ്പെടണം. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം മേ ബി എന്താ പറയാ, ഒരു സ്ത്രീ ഇപ്പൊ വന്ന് പറയുന്ന സമയത്ത് ആ പുരുഷന്റെയും പറയാതിരിക്കുക, അതൊരു കേസായിട്ട് പോട്ടെ, തെളിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോ അത് പറയാം. അപ്പൊ അതൊരു പേഴ്സണൽ റിവെഞ്ച് പ്രശ്നങ്ങൾ അവിടെ വരാൻ പാടില്ല. അതെ അതെ, കാരണം ഒരു ഫേക്ക് കേസ് വരുമ്പോ എന്താ പ്രശ്നം വെച്ചാൽ ബാക്കി 99 ഫേക്കിന്റെ മറയിലങ്ങ് പോകും. ഇല്ല, ഇപ്പൊ വന്ന ഈ റിപ്പോർട്ട് കൊണ്ട് മലയാള സിനിമ മുഴുവനായിട്ട് മാറുമെന്നോ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അല്ല അങ്ങനല്ല, ഞാൻ അതാ പറഞ്ഞത്, നമുക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് നമുക്ക് എന്താ പറയാ യാത്ര ചെയ്യാനേ പറ്റുള്ളൂ. എല്ലാ സ്ഥലത്തും നമുക്ക് എല്ലാ കാര്യങ്ങളും 100% ശരിയായി എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ശ്രമിക്കാം, അതാണ് അതിന്റെ ബേസിക് സംഭവം. അതിലിപ്പോ ഒരു കാര്യം, ഇതിപ്പോ മുഴുവൻ പേരും വന്ന് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഉണ്ടായി, എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്മീഷൻ അന്വേഷിക്കുമ്പോഴാണ്. അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ചാൻസ് വേണ്ട എന്ന് വെച്ചില്ല? അപ്പൊ അതിൽ നോക്കുമ്പോൾ പുരുഷന്മാരെ മാത്രം കുറ്റം പറയാതെ സ്ത്രീകളിൽ എല്ലാവരും നോ പറയണമെന്നില്ല. അങ്ങനെ നോ പറഞ്ഞാലും ഒരു പക്ഷേ ഈ ഒരു അലിഗേഷൻസ് വരാതെ ഇരുന്നൂടെ? എന്താ അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ പറയാ, ഇപ്പൊ നോ പറഞ്ഞിട്ടുള്ള സ്ത്രീകളാണെങ്കിലും പറഞ്ഞാലും അത് വരും. അതിപ്പോ ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സംഭവം ഒരു പേടി ഉണ്ടാവണം, അത് തെറ്റാണെന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടാവുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് മൈ റൈറ്റ് ടു ആസ്ക് എന്നുള്ള സംഭവം കുറെ ആൺകുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ അതിന് ഈ പറയുന്ന വേറെ ഇല്ല. നമ്മള് ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ പണ്ട് കാലം തൊട്ടിട്ടേ ഇതിനൊരു നോർമലൈസിങ് അല്ലെങ്കിൽ ഒരു സിംപ്ലിസിറ്റി സംഭവം ഉണ്ട്. ഇതൊരു നോർമൽ ആണ്, ഇതില് ഇങ്ങനെ വരണം. അത് പക്ഷെ കാലം മാറി, അതിന്റെ സംഭവങ്ങളൊക്കെ മാറി എന്നുള്ളത് കൊണ്ട് നാച്ചുറലി ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അതിനൊരു പേടി ഉണ്ടാവണമെങ്കിൽ അതിന് നല്ലൊരു സിസ്റ്റം ഉണ്ടാവണം, നല്ല കുറെ റൂൾസ് ഉണ്ടാവണം, റെഗുലേഷൻസ് ഉണ്ടാവണം. അപ്പൊ ഈ പറയുന്ന പോലത്തെ ഒരു കമ്മിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ എനി ടൈം ഒരു ഓവർ ദ കോൾ ഇങ്ങനത്തെ ഇഷ്യൂസിനെ
ലീഗലി എത്തിക്കാൻ പറ്റും എന്നൊക്കെ ഒരു പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു റിപ്പോർട്ടോടെ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, നല്ല കാര്യം. കാരണം അതിന്റെ അർഹതപ്പെട്ടവർ അത് ചെയ്യണം. കാരണം ഡെഫിനറ്റ്ലി കൊണ്ടുവരണം, അതിലും സംശയമില്ല. ചേട്ടൻ ഒരു വലിയ ജേർണിയല്ലേ മലയാള സിനിമയിൽ, അല്ലെങ്കിൽ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ 17 വർഷം എന്ന് പറഞ്ഞ ഒരു വലിയ ജേർണിയാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, അത് ഇപ്പോഴാണ് കേൾക്കുന്നത്, ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് ചേട്ടൻ അനുഭവിച്ചിട്ടുണ്ടോ? സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു പാർഷ്യാലിറ്റി അങ്ങനെ എന്തെങ്കിലും ചേട്ടന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഫോർ ഷുവർ ഇല്ല. എനിക്കറിയാവുന്നിടത്തോളം അങ്ങനെ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇപ്പൊ നമ്മള് അനുഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ നമുക്കറിയില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ദൈവവിശ്വാസത്തിനെ കുറിച്ച് പറഞ്ഞ പോലെയാണ്, ഇപ്പൊ ദൈവം ഉണ്ടോ ചോദിച്ചാൽ ഇല്ലാന്ന് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം, ഉണ്ടെന്ന് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. ഒരു വിശ്വാസമുള്ള ഒരാൾക്ക് ഇത് ഉണ്ടാവും, അത്രേ ഉള്ളൂ. എന്ന് പറയുന്ന പോലെ എനിക്ക് പേഴ്സണലി അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. മറ്റു ചിലർക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇപ്പൊ തിലകൻ സാറൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അപ്പൊ അതൊക്കെ ഉണ്ടായേക്കാം. അല്ല, അപ്പൊ ചേട്ടൻ അങ്ങനെ പേഴ്സണലി ഒന്നും ഇപ്പൊ ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ചേട്ടന്റെ കാരണം കൊണ്ട് മാത്രമാണ് ഗ്യാപ്പ് വന്നതെന്ന് തോന്നുന്നു. 100%. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റെ ഒരു എന്താ പറയാ 1-2 വർഷത്തെ ആവശ്യത്തിന് വേണ്ടി ഞാനായിട്ട് ഗ്യാപ്പ് എടുത്തു. പിന്നെ അതങ്ങനെ ഗ്യാപ്പായി മാറി എന്ന് ഒഴിച്ചാൽ വന്നപ്പോ തന്നെ വേണ്ടാന്ന് പറഞ്ഞതാണ്. ആ സമയത്ത് വന്ന ചില പ്രോജക്ട്സ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടുകൂടി വേണ്ടാന്ന് വെച്ചാണ്. അപ്പൊ അത് അത്രേ ഉള്ളൂ. അതൊന്നും പവർ ഗ്രൂപ്പിന്റെ കാര്യം നല്ല ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരു ആൻസർ പറഞ്ഞു. അത് ഡിപ്ലോമാറ്റിക് അല്ല, ഞാൻ സീരിയസ് ആയിട്ടും പറഞ്ഞു. എനിക്ക് പേഴ്സണലി പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ തിലകൻ സാർ പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോ പണ്ട് പൃഥ്വിരാജിന് അങ്ങനെ ഒരു വിലക്കോ ബാനോ പോലെ ഉണ്ടായിരുന്നു പറഞ്ഞു കേൾക്കുന്നു. അപ്പൊ ആ സമയത്തൊന്നും എനിക്ക് എന്താ പറയാ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഞാനുള്ള സമയമൊന്നും അല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്നിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അത് ശരിയല്ല. പിന്നെ ബേസിക്കലി ഇപ്പോ സിനിമയിൽ അങ്ങനെ ഒരു ജോലി നിഷേധം അല്ലെങ്കിൽ ജോലി ബഹിഷ്കരിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ ഇൻപ്രാക്ടിക്കൽ ആണ് ആക്ച്വലി. അതങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ഒരാളുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ വേറൊരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ ഇപ്പൊ ഈ ഒരു സിനിമയുടെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡയറക്ടർ, പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഹീറോ ആയിരിക്കും. അപ്പൊ അവര് 3 പേർക്ക് ആക്ച്വലി എപ്പോഴും തീരുമാനങ്ങൾ എടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നായകൻ പറയാണ്, അയ്യോ ആ നായികയുടെ കൂടെ ഞാൻ കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ ആ നായികയായിട്ട് എനിക്കൊരു എന്താ പറയാ സോ കോൾഡ് ഒരു എനിമിറ്റി ഉണ്ട്, ശത്രുത ഉണ്ട്, അപ്പൊ ഞങ്ങൾക്ക് എന്താ അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോ ഡയറക്ടർ വിചാരിക്കും ശരി വേണ്ട. അല്ല, ഡയറക്ടർ പറയാന്നില്ല പറ്റില്ല, അവർ എന്നെ വേണം എന്ന് പറയുകയാണെങ്കിൽ ശരി നായകൻ പറയണ ഞാൻ മാറാം, അപ്പൊ വേറെ ചിലപ്പോൾ നായകനായിരിക്കും വരിക. ഞാൻ പറഞ്ഞു ഇത് പലപ്പോഴും ഒരു പേഴ്സണൽ സ്പേസിലും സംഭവിക്കാം. ഇപ്പൊ പ്രൊഡ്യൂസർക്ക് പറയാം എനിക്ക് ആ ടെക്നീഷ്യൻ പറ്റില്ല, എനിക്ക് ആ ഹീറോയിൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഹീറോ പറ്റില്ല. അത് ഒരുപാട് സംഭവിക്കാം. അപ്പൊ ഐ തിങ്ക് അങ്ങനത്തെ പല ടോപ്പിക്സിലും ഈ പറയുന്ന ഒരു പവർ ഗ്രൂപ്പ് എന്നേക്കാൾ ഉപരി ഒരു സിനിമയിൽ ഒരു അധികാര കേന്ദ്രം ഉണ്ടാവും. എന്റെ വീട്ടിലെ അധികാര കേന്ദ്രമാണ് ഇപ്പൊ അവിടെ സൗണ്ട് കേൾക്കുന്നത്. അതാണ് എന്റെ വീട്ടിലെ പവർ ഗ്രൂപ്പ്. കുട്ടികളായി കഴിഞ്ഞാൽ അവർ തന്നെയാണ് ഏറ്റവും വലിയ പവർ ഗ്രൂപ്പ് വീട്ടില്. പക്ഷെ അതുകൊണ്ട് ചേട്ടൻ ഫുള്ളി എൻഗേജ്ഡ് ആണല്ലോ അല്ലെ? പുറത്തോലും പോകാൻ പറ്റുന്നില്ല. ഫുള്ളി എൻഗേജ്ഡ് ആണ്. പക്ഷെ തീരുമാനങ്ങൾ അവിടെ നിന്നാണോ എടുക്കുന്നതെന്നുള്ളൂ. ഓക്കെ, അപ്പോ അങ്ങനെ ഇത്തവണത്തെ ഓണം നന്നായിട്ടിരിക്കട്ടെ, ഒരുപാട് പ്രോജക്ട്സ് ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ ചേട്ടൻ ഒരുപാട് ഡയറക്ഷൻ ഫീൽഡിലോട്ട് വരട്ടെ, ഒരുപാട് സിനിമകൾ എടുക്കട്ടെ, അതിൽ നമ്മളെ പോലുള്ളവർക്കൊക്കെ ചാൻസ് തരട്ടെ. അതെ, നമ്മളെല്ലാവരും അതിനുവേണ്ടി നടക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ക്രൂ എല്ലാവരും ഉണ്ട് ഇവിടെ. നമ്മളെല്ലാവരും ഭാഗമായിട്ടുള്ള ഒരു നല്ലൊരു ഓണം നമുക്ക് പ്രതീക്ഷിക്കാം. ചേട്ടൻ ഫാമിലികൾ നമുക്കൊന്ന് വിളിച്ചാലോ? പിന്നെന്താ, ഇതാണ് ചേട്ടന്റെ ഫാമിലി. ഇത് ശ്രുതി, ഇത് മൽഹാര. ഹായ് ചേച്ചി, എന്തുണ്ട് വിശേഷം? ചേട്ടൻ എങ്ങനെയാ ആള്? ഭയങ്കര ചൂടാണോ? ഇല്ല, സത്യം മാത്രമേ പറയാം. ചൂടൊന്നുമില്ല. ഞാൻ ചൂടാണെങ്കിലുള്ളൂ. ചൂടല്ലേ? ആള് ഭയങ്കര പാവല്ലേ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ എങ്ങനെയാ ചേച്ചിക്ക് ചെന്നൈയാണോ ഇഷ്ടം അതോ കേരളം? കേരളമാണ് ഇഷ്ടം അല്ലേ? ചേട്ടാ ഫുള്ള് ചെന്നൈ ആളായി. കേരളം തന്നെ അറിയോ? ടാറ്റ പറഞ്ഞേ. ടാറ്റ
എന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പിന്നെ ചേട്ടൻ ഇങ്ങനെ ഷൂട്ടിനൊക്കെ പോകാറുണ്ട്. അപ്പൊ ചേച്ചി ആദ്യമേ ഒരു ഫിലിം സ്റ്റാർ ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അത്? വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഡയറക്ഷനാണ് എനിക്കിഷ്ടം, ഓക്കെ ആക്ടറായിട്ട് കാണരുത് എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ അത് ചുമ്മാ കള്ളം പറ്റിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഫുൾ ആക്ടിങ് ആയിരുന്നല്ലേ? അങ്ങനൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ചുമ്മാ ഓക്കെ ഫൺ അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ വേറെ എന്തെയാ ഓണത്തിനെ പറ്റി എന്തൊക്കെയാ ഓർമ്മകൾ? സദ്യയില്ല, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ചേച്ചി എവിടെയാ താമസം? ഇവിടെയല്ല, നാട്ടിൽ തൊടുപുഴ. ഓക്കെ. അപ്പോൾ ചേട്ടൻ്റെ ഫാമിലിയാണിത്, ചേട്ടൻ്റെ വൈഫും കുട്ടികളും. നമുക്ക് ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് മീൻസ് അഡ്വാൻസ് ഓണത്തിന് വേണ്ടി നമുക്ക് ഇവരെ കിട്ടിയതൊരു ഭാഗ്യമാണ്. ചേട്ടൻ മാത്രമേ വരാമെന്ന് പറഞ്ഞിരുന്നേ. പിന്നെ അവരുടെ കൂടെ നമുക്ക് ചേച്ചി മോളും ഒക്കെ വന്നതൊരു എക്സ്ട്രാ. അപ്പോൾ ചേട്ടാ ഇവിടെ വന്നതിനും നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദി. ചേച്ചി അതുപോലെ ചേച്ചി എടുത്തും ഇത്തവണത്തെ ഓണം നമ്മളെല്ലാവരും വിചാരിച്ചത് തന്നെ നല്ലൊരു ഓണമായി മാറട്ടെ. ഒരുപാട് പ്രോജക്ട്സ് ഒക്കെ ഇനിയും വരട്ടെ. അതുപോലെ തന്നെ ചേട്ടാ ഒരുപാട് പ്രോജക്ട്സ് ഒക്കെ ചെയ്യട്ടെ. അതിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഭാഗമായി അടുത്ത വർഷം ഇതേപോലെ ഒരു ക്രൂ ആയിട്ട് വന്നിരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും. അപ്പോ എന്താ പറയാ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് എന്താ പറയാ ഒരു മിനിറ്റ് മൽവോ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്ന ഈ ഓണം നിങ്ങളോടും ഈ പറഞ്ഞ റോഷ് മീഡിയയ്ക്കും മയൂരിക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കട്ടെ, നല്ല കാര്യങ്ങളാവട്ടെ. അടുത്ത വർഷം കൂടുതൽ സന്തോഷത്തോടു കൂടി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. അപ്പൊ വൺസ് അഗൈൻ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ബൈ പറയൂ എല്ലാവരോടും. ഫ്ലൈങ് കിസ് കൊടുത്തോളാം. ഫ്ലൈങ് കിസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. മീഡിയയുടെ വക ഓണാശംസകൾ.